എഫെസ്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ സകലവും സമാപിപ്പിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. 14 മുതലുള്ള വാക്യം, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം തുടങ്ങി അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ അനവധി സത്യങ്ങളെ, വെളിപ്പാടുകളെ അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫെസോസിലുള്ള സഭയ്ക്കും ദൈവസഭകൾക്കും കൈമാറ്റം ചെയ്ത് ഏറ്റവും ഒടുവിൽ എഫേസ്യർ 6:10 വരുമ്പോൾ ഫൈനലി എന്നാണ് അവിടെ തുടങ്ങുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഇവിടെ ഈ സമൂഹത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാവുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഒരിക്കലും ഫൈനലി എന്ന് പറയുമ്പോൾ അത് ആദ്യത്തെ റൗണ്ട് അല്ല. ഫൈനൽ എന്ന് പറയുന്നത് പല റൗണ്ടുകൾ കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ, ഏറ്റവും ഒടുവിലത്തെ റൗണ്ടിൽ വരുമ്പോഴാണ് ഫൈനൽ ആകുന്നത്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ അന്ത്യകാലത്തെക്കുറിച്ച്, എൻഡ് ടൈമിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫേസ്യർ 6:10 എഴുതിയിരിക്കുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ദൈവസഭ, ഇന്നിവിടെ ആയിരിക്കുന്ന ദൈവജനം തിരിച്ചറിയേണ്ടത്, അന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫെസോസിലുള്ള സഭയോട് ഫൈനലി, ഒടുവിൽ എന്ന് രേഖപ്പെടുത്തുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചിരുന്ന കാലം അന്ത്യകാലമായിരുന്നു, ഫൈനൽ ഡേയ്സ് ആയിരുന്നു എന്ന് അപ്പോസ്തലന്മാർ വിശ്വസിച്ചിരുന്നു. അവർ കൂടി വരുമ്പോഴും അവർ പിരിഞ്ഞു പോകുമ്പോഴുമെല്ലാം പരസ്പരം അവർ സ്നേഹ ചുംബനങ്ങൾ അപ്പോസ്തലന്മാർ തമ്മിൽ കൊടുത്തുകൊണ്ട് മാറാനാഥ എന്നവർ പറയുമായിരുന്നു. ആ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വേഗം വരുന്നു. അപ്പോസ്തലനായ പത്രോസിന്റെ കാലഘട്ടത്തിലാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചതും ജീവിച്ചതും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതും പ്രവർത്തിച്ചതും സ്വർഗാരോഹണം ചെയ്തതും. എന്നാൽ അതേ പത്രോസിന്റെ കാലഘട്ടത്തിൽ പത്രോസ് അപ്പോസ്തലൻ വിശ്വസിച്ചിരുന്നു പത്രോസ് ജീവിക്കുന്ന കാലമാണ് അന്ത്യകാലമെന്ന്. ഒന്നുകൂടെ പറയാം, പത്രോസ് അപ്പോസ്തലൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് പ്രവർത്തിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത്. ഞാൻ വേഗം മടങ്ങി വരും എന്ന ആ ദൈവിക വാഗ്ദത്തം വിളംബരം ചെയ്തത്. ദൂതന്റെ പ്രത്യക്ഷതയാൽ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരുമെന്ന ദൂതന്മാരുടെ ശബ്ദവും കേട്ടയാളാണ് അപ്പോസ്തലനായ പത്രോസ്. പക്ഷെ ആ പത്രോസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പത്രോസ് വിശ്വസിച്ചിരുന്നു പത്രോസ് ജീവിക്കുന്ന കാലമാണ് അന്ത്യകാലമെന്ന്. ഒരു ഉദാഹരണം അതിന് ഞാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മുകളിൽ വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് ജനത്തിൻ്റെ മുകളിൽ വന്ന് അവർ അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ ചുറ്റുമുള്ള പള്ളിക്കാരും നാട്ടുകാരും മതപുരോഹിതന്മാരും ഓടിക്കൂടിയപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ
അപ്പോസ്തലനായ പത്രോസ് ആ കൂടി വന്ന സമൂഹത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണമാണ്. എന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകും. ഇതാരാണ് പ്രസംഗിച്ചത്? ഇതാരാണ് പ്രസംഗിച്ചത്? പത്രോസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ഇത് എപ്പോഴാണ് പ്രസംഗിച്ചത്? പരിശുദ്ധാത്മാവ് ശിഷ്യഗണങ്ങളുടെ മേളിൽ വന്നിറങ്ങിയ ആ ദിവസം. എന്താ പത്രോസ് പ്രസംഗിച്ചത്? നിങ്ങൾ ഈ, അപ്പോൾ ഒത്തിരി പരിഹാസികൾ അവിടെ വന്ന് പരിഹസിച്ചു. അവരെ നോക്കി പറയുകയാണ്, നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതും എന്തെന്നാൽ യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണമാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ പത്രോസ് നിന്നിരുന്ന കാലം, പത്രോസ് ജീവിച്ചിരുന്ന കാലം അന്ത്യകാലമായിരുന്നു എന്ന് പത്രോസ് വിശ്വസിച്ചിരുന്നു. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാക്കാൻ കഴിയുന്നു? എന്നാൽ യേശു ക്രിസ്തു തൻ്റെ വരവിന് മുൻപായി, തൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക് മുൻപായി, തൻ്റെ മടങ്ങി വരവിന് മുൻപായി പറഞ്ഞിരുന്ന ഒട്ടനവധി വാഗ്ദത്വങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പത്രോസ് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊന്നും ആ വാഗ്ദത്വങ്ങൾ പത്രോസിന്റെ കണ്ണുകൊണ്ട് കാണാൻ പലതും പത്രോസിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ വരവിനുള്ള മുഴുവൻ ലക്ഷണങ്ങളും ഈ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാണുന്നവരും കേൾക്കുന്നവരുമാണ്. ദൈവവചനം വിശ്വസിക്കുന്ന, ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ താൻ അവസാനത്തെ നിമിഷങ്ങളിലേക്ക്, അവസാനത്തെ മണിക്കൂറുകളിലേക്ക് കാഹളം ധ്വനിക്കും. മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും. ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ നിന്ന് രൂപാന്തരപ്പെടും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരും. ഭൂമിയിൽ നിന്ന് ദൈവസഭ, തന്റെ മണവാട്ടിയാകുന്ന സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമെന്നുള്ള ദൈവിക വാഗ്ദത്തത്തിന്റെ, ദൈവിക ആമേൻ പ്രോമിസിന്റെ അവസാനത്തെ മിനിറ്റുകളിലേക്ക്, അവസാനത്തെ മണിക്കൂറുകളിലേക്ക് ദൈവസഭ വന്നിരിക്കുകയാണ്. ശരിക്കും ഈ വാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ ഫൈനലി ഇത് നമ്മളോടുള്ള ബന്ധത്തിൽ കീറുകൃത്യമാണ്. ഇത് നമ്മളോടുള്ള ബന്ധത്തിൽ ഏറ്റെടുക്കേണ്ടതാണ്. ഇത് ഈ കാലഘട്ടത്തിലുള്ള ദൈവസഭകളോടുള്ള ബന്ധത്തിൽ യാഥാർത്ഥ്യമാണ്. കാരണം ഇത് എഴുതിയ പൗലോസും ഇത് പ്രസംഗിച്ച അഭിഷിക്തന്മാരും ഇത് വിളംബരം ചെയ്ത സഭയും എത്തി നിൽക്കാത്ത ദൈവീകമായ വാഗ്ദത്വത്തിന്റെ, യേശുവിന്റെ മടങ്ങി വരവിന്റെ ഒരു ഫൈനൽ റൗണ്ടിൽ നിൽക്കുന്നവരാണ് ഇതിനകത്ത്. ഞാനും നിങ്ങളും. Thank you, Jesus. അതുകൊണ്ട് ഈ സഭയോടുള്ള ബന്ധത്തിൽ, ഇന്ന് എന്നെ കാണുന്ന കേൾക്കുന്ന ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഇത് വെറുതെ ഇരിക്കാനുള്ള സമയമല്ല. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. 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 എന്താണ് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പൗലോസ് പറഞ്ഞത്? കാരണം ഇത് എൻഡ് ടൈമാണ്, ഇത് അന്ത്യകാലമാണ്. യേശു പറഞ്ഞ മുഴുവൻ വാഗ്ദത്തങ്ങളും, ഞാൻ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തെക്കുറിച്ച് 2-3 തവണ യേശുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ച് പ്രസംഗിച്ച, അല്പമൊക്കെ പഠിച്ച
ദൈവം തന്ന ആലോചന നോട്ടിൽ രേഖപ്പെടുത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ കാര്യങ്ങളൊന്ന് എടുത്ത് വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു. യേശുവിൻ്റെ മടങ്ങി വരവിന് മുൻപ് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ, പ്രോമിസുകളിൽ ഇനി എന്താണ് നടക്കാനുള്ളത് എന്ന് ഞാൻ പരിശോധിക്കുകയായിരുന്നു. അതിൽ ഇനി നടക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം ആകുമ്പോൾ എൻ്റെ വരവാകും. അതും വളരെ ഫാസ്റ്റായി, വളരെ വേഗത്തിൽ, വിവിധ മാധ്യമങ്ങളിലൂടെ ഭയങ്കരമായ നിലയിൽ ഈ സുവിശേഷം പരിശുദ്ധാത്മാവ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാത്സല്യ ദൈവജനമേ, നമ്മൾ അലേർട്ടായിരിക്കണ്ടേ? നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണ്ടേ? ഒന്നുകൂടെ പറയാം, ഈ ഭൂമിയെ, ഈ ഭൂഗോളത്തെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എൻ്റെ ചിന്തയിൽ ഒരു ക്ലാസ് മുറി പോലെയാണ്, ഒരു ക്ലാസ് റൂം പോലെയാണ്. ഒരു ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത എന്താണ്? 9 മണി മുതൽ 10 മണി വരെ ഒരു പീരീഡ്. ആ പീരീഡിൽ പഠിപ്പിക്കാൻ വരുന്നത് ഇംഗ്ലീഷ് സാറായിരിക്കും, അല്ലെങ്കിൽ മലയാളം സാറായിരിക്കും. 10 മണി മുതൽ 11 മണി വരെ അടുത്ത പീരീഡ്, അതിൽ പഠിപ്പിക്കാൻ വരുന്നത് ഫിസിക്സ് പഠിപ്പിക്കുന്ന ആളായിരിക്കും. ഓരോ പീരീഡുകൾ കഴിയും തോറും ഓരോ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഓരോ പീരീഡുകൾ കഴിയും തോറും ഓരോ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുന്നു. ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്കൂളിൽ പഠിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ടറിയാം. സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി വന്നിരിക്കുന്നത് മറ്റേതോ ഒരു സ്ഥലത്ത് നിന്നാണ്. ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന്, മറ്റെവിടുന്നോ വന്ന് ക്ലാസ് കഴിയുമ്പോൾ മറ്റെവിടേക്കോ പോകുന്നവരാണ് നമ്മൾ. ഉറപ്പാണോ? ഉറപ്പാണോ? ഇനി ഈ ക്ലാസ് മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ സ്കൂളുകൾക്കും ഒരു ലാസ്റ്റ് പീരീഡ് ഉണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പീരീഡ് ഏതാണ്? ലാസ്റ്റ് പീരീഡ് ആണ്. ഹല്ലേലൂയ. ലാസ്റ്റ് പീരീഡ് ആകുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവനറിയാം, 3:30 മണിയാകുമ്പോൾ, 4 മണിയാകുമ്പോൾ സ്കൂൾ വിടും. അപ്പോൾ ഭവനമുണ്ട്, വീടുണ്ട്, അല്ലെങ്കിൽ ആ ക്രമീകരണമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഗ്രഹം എവിടെ പോണം? ഉറക്കപ്പറ. അവസാനത്തെ ക്ലാസ്സിൽ ഇരിക്കുന്നവന്റെ ആഗ്രഹം പിന്നെ എങ്ങോട്ട് പോകണമെന്നാ? വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് അപ്പനും അമ്മയും എന്തെങ്കിലും ചുട്ടോ പൊരിച്ചോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയി കഴിക്കണം. പിടിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ചായ കുടിക്കണം, വെളിയിൽ പോയി ഒന്ന് ആഹാരം കഴിക്കണം, ഗ്രൗണ്ടിൽ ഒന്ന് കളിക്കാൻ പോകണം. അപ്പോൾ ഫ്രീ ആകുകയാണ്. ഈ ലാസ്റ്റ് പീരീഡിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്, ഈ അവസാനത്തെ പീരീഡിൽ ഇരിക്കുന്ന വിദ്യാർത്ഥിയുടെ കാത് എപ്പോഴും കൂട്ടമണി അടിക്കുന്നതിന്റെ ആ ചെവി അതിനു വേണ്ടി അവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവന്റെ ചെവി അതിനു വേണ്ടി അവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യും? ആ വിദ്യാർത്ഥി എന്ത് ചെയ്യും? ബാഗ് എടുക്കും, നോട്ട്ബുക്ക് എടുക്കും, ഇതെല്ലാം അതിനകത്ത് കയറ്റി വെക്കും, വാട്ടർ ബോട്ടിൽ കയറ്റി വെക്കും, കുടയെടുത്ത് കയറ്റി വെക്കും. കാരണം എന്നാ? അവൻ വീട്ടിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇതുപോലെ ഞാനും നിങ്ങളും ഒരു ലാസ്റ്റ് പീരീഡിലാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഫൈനലി, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോൾ ഈ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, പരിശുദ്ധാത്മാവ് വളരെ വേഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പറയാമോ? പരിശുദ്ധാത്മാവ് വളരെ വേഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. എന്നാൽ ബൈബിൾ പറയുന്നു, സാത്താനും തനിക്ക് ഇനി
അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞിട്ട് പിശാചിന് കൃത്യമായിട്ട് അറിയാം അവൻ എവിടേക്ക് പോകാനുള്ളവനാണെന്ന്. Amen. പിശാചിന് കൃത്യമായിട്ട് അറിയാം അവന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന്. Yes. Amen. Are you with me? Yes. അതുകൊണ്ടാണ് ഭൂതഗ്രസ്തന്റെ അടുക്കൽ, ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തന്റെ അടുക്കൽ യേശു കർത്താവ് വന്നു നിൽക്കുമ്പോൾ ആ ഭൂതങ്ങൾ 6000 ഡീമൺസ്, 6000-ലധികം ഭൂതങ്ങൾ ഒറ്റ കോറസായി, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റ സ്കെയിലിൽ, ഒറ്റ കോറസായി ഈ ഭൂതങ്ങളെല്ലാം കൂടെ ചേർന്ന് യേശുവിനോട് പറഞ്ഞു, ദൈവത്തിന്റെ പുത്ര, സമയത്തിനു മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ. അവൻ അറിയാം അവന്റെ ഒരു ടൈം ഉണ്ട്. Yes. Amen. Hallelujah. ദൈവത്തിന്റെ പുത്ര, സമയത്തിനു മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ. Yes. കാരണം പിശാചിന് അറിയാം അവന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന്. Amen. പരിശുദ്ധാത്മാവ് എവിടുന്നാ വന്നേ? സ്വർഗത്തിൽ നിന്ന്. ഉറപ്പാണോ? Yes. ഉറപ്പാണോ? Yes. സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവല്ലേ? ആണ്. അതെ. ആ പരിശുദ്ധാത്മാവുള്ള മനുഷ്യൻ ആ പരിശുദ്ധാത്മാവിനാൽ അവൻ തിരികെ പോകാൻ പോകുന്നതും വന്ന സ്ഥലത്തേക്കാണ്. Amen. Hallelujah. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ Amen. വസിക്കുന്നു എങ്കിൽ Yes. നിങ്ങളുടെ മർത്യ ശരീരത്തെയും അവൻ ഉയർപ്പിക്കും. Amen. Hallelujah. Hallelujah. എന്നാൽ സാത്താൻ എവിടുത്തെ പ്രോഡക്റ്റ് ആണെന്നറിയാവോ? സാത്താൻ എവിടുന്ന, അവന്റെ സ്ഥലം എവിടാന്നറിയാവോ? പാതാളം. Yes. പാതാളം, ഹെൽ, Amen. നരകം. Amen. ഒരിക്കലും ദൈവം നരകം ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യനെ ഇടാൻ വേണ്ടി അല്ല. Amen. വേദപുസ്തക സംബന്ധമായി തിരുവെഴുത്തുകളെ പഠിച്ചാൽ ദൈവം തമ്പുരാൻ നരകം എന്ന വസ്തുത, സത്യം സൃഷ്ടിച്ചിരിക്കുന്നത്, തീപ്പൊയ്ക സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനെ അതിനകത്ത് ഇടാൻ വേണ്ടിയല്ല. Amen. കാരണം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Amen. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയും, അവരുടെ തലമുറയും, അവരുടെ കുടുംബത്തിലെ ഒരാള് പോലും നരകത്തിൽ പോകുന്നത് കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. Yes. Hallelujah. Amen. കാരണം നരകം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയല്ല. Amen. വീണുപോയ പിശാചിനെയും സാത്താനെയും അവന്റെ ദൂതന്മാരെയും ചെങ്ങലയാൽ ബന്ധിച്ച് അതിനകത്തിടാൻ വേണ്ടി അത്രേ. Amen. Hallelujah. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മനുഷ്യർ എന്ത് കാരണം കൊണ്ടായിരിക്കും നരകത്തിലേക്ക് പോകുന്നത്? അവിടെയാണ് വെളിപ്പാട് 20:15 എഴുതിയിരിക്കുന്നത്, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഹല്ലേലൂയ. Hallelujah. തന്റെ ദാസന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന അപവാദിയെ തീപ്പൊയ്കയിൽ തള്ളിയിട്ട് കളഞ്ഞല്ലോ. Amen. Revelation chapter 20 word 10, 12 word 10, 12:10. അപ്പോൾ ഞാൻ ആഹാ. സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു.
നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപ്പോ ഇത് മനുഷ്യർക്കു വേണ്ടിയുള്ള സംവിധാനമല്ല. മനുഷ്യൻ പൈശാചിക സ്വാധീനങ്ങളിൽപ്പെട്ട്, ഞാൻ പറയും, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യർക്കും ഒരിക്കലെങ്കിലും, എത്ര നിരീശ്വരവാദിയാണെങ്കിലും, എത്ര ദൈവ നിഷേധിയാണെങ്കിലും, എത്ര പരിഹാസിയാണെങ്കിലും, അവൻ്റെ ജീവിതത്തിൽ അവൻ മരിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ജീവനുള്ള ദൈവത്തെ, സത്യവചനത്തെ അവൻ അറിയാനും കേൾക്കാനും ഒരവസരം ദൈവം കൊടുത്തിരിക്കും. ആമേൻ. 100% ഹല്ലേലൂയ. അവന് കൊടുത്തിരിക്കും. ആമേൻ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്നത്, അവരുടെ മനസ്സാക്ഷി ഹേതുവായി, അവൻ്റെ മനസ്സാക്ഷി. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ ഇല്ലെങ്കിൽ പോലും, വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ കാണാതെ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും, വായിച്ചിട്ടില്ലെങ്കിലും, കുറച്ചൊക്കെ വായിച്ചിട്ടുള്ളെങ്കിലും, മനസ്സാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യം സകല മനുഷ്യർക്കും ഉണ്ട്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവരിൽ ചിലരെ അവരുടെ മനസ്സാക്ഷി നിമിത്തം ന്യായം വിധിച്ചല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ കോടതി നിന്റെ മനസ്സാക്ഷിയുടെ കോടതിയാണ്. അതാണ് ബൈബിൾ പറയുന്നത്, നിന്റെ ഹൃദയം നിന്നെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ. യെസ്. ആമേൻ. താങ്ക് യു ജീസസ്. നീ ദൈവത്തിന്റെ മുൻപിലും വ്യക്തിപരമായ നിന്റെ ജീവിതത്തിലും നീ ദൈവത്തിന്റെ മുൻപാകെ നേരോടെ നിന്ന ഒരുത്തനാണെങ്കിൽ, ബൈബിൾ പറയുന്നു, മുഴുദൂതന്മാരും നിന്റെ കൂടെ നിൽക്കും. ആമേൻ. മുഴുദൂതന്മാരും, all the heaven will stand with you. Amen. Hallelujah. Amen. Hallelujah. Hallelujah. Are you with me? അതുകൊണ്ട് ദൈവസഭ അറിയേണ്ട ഏറ്റവും വലിയ സത്യം, പരിശുദ്ധാത്മാവ് ഇതൊരു ഫൈനൽ ഡേയ്സ് ആയതുകൊണ്ട്, അന്ത്യകാലമായതുകൊണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സഭയാകുന്ന മണവാട്ടിയെ വളരെ വേഗത്തിൽ പ്രിപ്പയർ ചെയ്യുന്നു. ചിലപ്പോൾ നാനാ പരീക്ഷണങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകേണ്ടി വരും, നിന്ദകളിലൂടെ ചിലപ്പോൾ പോകേണ്ടി വരും, സഭ ഒരു ഭയങ്കര പ്രതിസന്ധിയിലൂടെ പോകേണ്ടി വരും. പക്ഷെ ഈ പ്രതിസന്ധികളൊന്നും സഭയെ തകർക്കാനല്ല, പൊന്നുപോലെ പുറത്തെടുക്കാൻ, പൊന്നുപോലെ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ. How many people knows that song? നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, പിന്നെന്തിനാ? നിന്നെ പണുതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണുതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്വർണം തനിത്തങ്കമായി അതിന്റെ മാറ്റു വർദ്ധിച്ച് പുറത്തു വരുന്നത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടല്ല. Yes. Amen. Hallelujah. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച സാധനമെല്ലാം അലിഞ്ഞു പോകാനും, പക്ഷെ തീക്കകത്തൂടെ പോയ സാധനമെല്ലാം നിലനിൽക്കാനുള്ളതാണ്. നീ എന്നും എന്റെ
നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട്, സഹോദരിമാരോട്, എൻ്റെ പ്രിയ സഹോദരന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രതികൂലങ്ങൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ നിങ്ങളെ കുറേയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചോ? പറ. നിങ്ങളെ കുറേയും കൂടെ വിശ്വാസത്തിൽ വർദ്ധിപ്പിച്ചോ? നിങ്ങളെ കുറേയും കൂടെ കരുത്തുള്ളവരാക്കിയോ? ആമേൻ. ആക്കിയെങ്കിൽ ഉറപ്പായിട്ടും ദൈവം നിന്നെ കൈവിട്ടെന്നല്ല അതിന്റെ അർത്ഥം. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ആഹാ. The Lord Almighty is with you. ആമേൻ. സർവശക്തനായ രാജാതി രാജാവായ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, it's an end time. Finally, ഒടുവിൽ, ഫൈനലി. ഈ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഫൈനൽ കളിക്കാൻ നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നമ്മളെല്ലാം ഫൈനൽ റൗണ്ടിൽ വന്നിരിക്കുന്നവരാണ്. ഫൈനൽ കളിക്കാൻ വന്ന് നിൽക്കുന്നവരുടെ മാത്രം ശ്രദ്ധയ്ക്ക്, ഷിജിൻ കേൾക്കുന്നുണ്ടോ? എല്ലാവരും കേൾക്കുന്നുണ്ടോ? അവരുടെ മാത്രം ശ്രദ്ധയ്ക്ക്, ഫൈനൽ കളിക്കാൻ വന്ന് നിൽക്കുന്നവൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം ഒരിക്കലും ചെറിയ ടീം ആയിരിക്കത്തില്ല. അതുപോലെ നീ നിന്നേ പറ്റുള്ളൂ. പഴയ ടീം ആയിരിക്കത്തില്ല, പഴയ സംവിധാനം ആയിരിക്കത്തില്ല. പക്ഷേ ജയം ദൈവത്തിന്റെ ജനത്തിനത്രേ, ജയം ദൈവത്തിന്റെ സഭയ്ക്കത്രേ, ജയം ദൈവത്തിന്റെ രാജ്യത്തിനത്രേ. മഹത്വവും പുകഴ്ചയും ബഹുമാനവും ജയവും എന്നേക്കും അവനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മീക ജീവിതം ഉഴപ്പരുത്. ഫൈനൽ കളിക്കാൻ വന്ന് നിൽക്കുന്നവന്, ഫൈനൽ റൗണ്ടിൽ വന്ന് നിൽക്കുന്നവന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് ട്രോഫിയാണ്. അതാ പൗലോസ് പറയുന്നത്, ഇത് നിങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവീൻ. വാടുന്ന കിരീടമല്ല, വാടാത്ത കിരീടം. വാടുന്ന കിരീടമല്ല, വാടാത്ത കിരീടം. വാടാത്ത കിരീടം. അപ്പൊ പിശാചിന് നന്നായി അറിയാം അവന് ഇനി കുറച്ച് ടൈം കൂടെ ഉള്ളെന്ന്. അപ്പൊ പരിശുദ്ധാത്മാവ് എങ്ങനെയും ആരും നരകത്തിൽ പോകരുതെന്ന ആഗ്രഹത്തോടെ ഒരു ഭാഗത്ത് പരിശുദ്ധാത്മാവ് ഭയങ്കര വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറുഭാഗത്ത് സാത്താൻ, that second word is very important. പിശാചിന്റെ 11-ാം വാക്യം, തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ അവൻ സകല തന്ത്രങ്ങളും മറുഭാഗത്ത് മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? നിങ്ങളെ വിശ്വാസത്തിൽ നിന്നും, ദൈവത്തിന്റെ കൃപയിൽ നിന്നും, വചനത്തിൽ നിന്നും, ദൈവിക വെളിപ്പാടിൽ നിന്നും വ്യതിചലിപ്പിച്ച് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത് അവൻ്റെ ആയുധമാക്കി നിങ്ങളെ തീർക്കുവാൻ മറുഭാഗത്ത് അവൻ്റെ സകല തന്ത്രങ്ങളും അവൻ മെനയുമ്പോൾ ഫൈനലിൽ വന്ന് നിൽക്കുന്നവൻ അറിയണം, എനിക്ക് ജയിച്ചേ പറ്റൂ. ഫൈനലിൽ വന്ന് നിൽക്കുന്നവൻ അറിയണം, എനിക്കിത് ജയിച്ചേ പറ്റൂ.
എനിക്ക് പ്രാർത്ഥിച്ചേ പറ്റൂ, എനിക്ക് ഉപവസിച്ചേ പറ്റൂ, എനിക്ക് വചനം ധ്യാനിച്ചേ പറ്റൂ, എനിക്ക് ദൈവത്തോട് ചേർന്നിരുന്നേ പറ്റൂ. ഓ, കരങ്ങളടിച്ച് ആത്മാവിൽ സ്വീകരിച്ചേ. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. കർത്താവ് താൻ ഗംഭീര നാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് മധ്യാകാശത്തിൽ വരും. Listen, this word is very important. ഇന്ത്യൻ സഭകളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു അന്ത്യകാല ഉണർവാണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അതിൻ്റെ ഫ്രീക്വൻസി. അത് നമ്മൾ ആരും ക്രിയേറ്റ് ചെയ്യുന്നതോ നമ്മളെന്തോ ഭയങ്കര എഫേർട്ട് ഇടുന്നതോ നമ്മുടെ കഴിവ് കൊണ്ടും മിടുക്കുകൊണ്ടും കുറേ പാസ്റ്റർമാരുടെ, അഭിഷിക്തന്മാരുടെ, ദൈവത്താൽ വിളിക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ, പ്രവാചകന്മാരുടെ, ഇടയന്മാരുടെ, ഉപദേഷ്ടാക്കന്മാരുടെ കഴിവ് കൊണ്ടോ അല്ല. ഇത് പരിശുദ്ധാത്മാവ് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്കെന്താണ് വേണ്ടത്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയണം. ബാക്കിയൊന്ന് നോക്കി, അങ്ങനാണോന്ന് കഴിയേണ്ടതിന്. ഹല്ലേലൂയ. അതിന് കഴിയുന്നുണ്ടോ? ഇത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? This is very important. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് ഫൈറ്റ് ഉള്ളത് മനുഷ്യരോടല്ല. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഈ വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒപ്പം ഉണ്ടോ? നോ. അതുകൊണ്ട് ഒരു കാരണവശാലും ആത്മലോകത്തിൽ നടക്കുന്ന യുദ്ധം മാനുഷികമാണ് എന്ന് ചിന്തിക്കരുത്. നോ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിച്ചത്, ദൈവകൽപ്പന അനുസരിച്ചത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത്, നിങ്ങളെന്തോ 1 മുതൽ 10 വരെ +2 പ്രീ ഡിഗ്രിയും പഠിച്ചതുപോലെ എന്തോ പഠിച്ചെടുത്ത് നേടിയെടുത്ത് അങ്ങനെ സംഭവിച്ചതല്ല. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ ദൈവം അതിലേക്ക് നയിച്ചതാണ്. ആണോ? ആണോ? ഇപ്പോഴും നിങ്ങൾക്ക് അത്ഭുതമല്ലേ നിങ്ങൾ എങ്ങനെ ആയെന്ന്? ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ മറുഭാഗത്ത് വേറൊരു സ്പിരിറ്റ് നിപ്പുണ്ട്. ആ സ്പിരിറ്റിന്റെ പ്രത്യേകത ആ വ്യക്തിയെ ഇങ്ങനെ ആത്മാവിനാൽ നടത്തപ്പെട്ട, നയിക്കപ്പെട്ട, സ്വർഗത്തിലേക്ക് പോകേണ്ട, നിത്യതയിലെത്തേണ്ട ഈ വ്യക്തിയെ ഇവന്റെ കൂടെ കൊണ്ടുപോകണം. കാരണം അവന്റെ ഫൈനൽ ഡെസ്റ്റിനിയിൽ അവന് കുറെ ആളുകളെ വേണം. ആരും മിണ്ടണില്ലല്ലോ. ശരിയല്ലേ പറഞ്ഞേ? ഹല്ലേലൂയ. 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 അവിടെ നമുക്ക് പോരാട്ടം, നമുക്ക് ഈ പോരാട്ടം എന്ന വാക്ക് സുപരിചിതമാണ് പലർക്കും. ഈ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന റെസിൽ എന്ന്, റെസിൽ നോക്കിയേ. ഈ റെസ്ലിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. റെസ്ലിങ് പിള്ളേരോട് ചോദിച്ചാൽ അറിയാം. WWF എന്ന് പറയും, വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷൻ. ആ നിലകളിൽ
ഒരു യുദ്ധമാണ് ആത്മതലത്തിൽ സംഭവിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ്. ഞാൻ ചുമ്മാ ഉഴപ്പി നടക്കേണ്ട ആളല്ല. ഞാനൊരു കളിക്കളത്തിൽ നിൽക്കുന്ന ആളല്ല, ഞാനൊരു യുദ്ധക്കളത്തിൽ നിൽക്കുന്നയാളാണ്. Amen. Hallelujah. I am not in the playground. Yes. I am in the battlefield. Amen. Hallelujah. Shabalabala brasmieni lerekamash. കൈ കൊടുത്ത് പറഞ്ഞ് പിശാച് എന്ത് കളിയും കളിക്കും പറഞ്ഞ്. പിശാച് എന്ത് കളിയും കളിക്കും. Amen. കാരണം അവന്റെ കയ്യിൽ എന്തേ ഉള്ളൂ? തന്ത്രം. നിങ്ങൾ ഈ ഞാനൊരു വാക്യം എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, അറിവുള്ളവരാണ്. ഈ തന്ത്രം എന്ന് പറയുന്നതിന് നിങ്ങളൊരു ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞേ. ട്രിക്ക്, പിന്നെ സ്ട്രാറ്റജി. ഓക്കെ, അങ്ങനെയാണ് ഞാനൊരു വാക്യം ഒന്ന് കാണിക്കാം. ഈ തന്ത്രം എന്ന് എഴുതിയിരിക്കുന്ന വേറൊരു വാക്യം ഒന്ന് കാണിക്കാം. 2 കൊരിന്ത്യർ 2:11. 2 കൊരിന്ത്യർ 2:11 നമുക്ക് നോക്കാനുള്ളത് വചനമാണ്. 2 കൊരിന്ത്യർ 2:11. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ല. ഇനി ഇംഗ്ലീഷ് അറിയാവുന്ന സഹോദരന്മാർ ഉറക്കെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചാട്ടെ. Satan should get any advantage of us, for we are not ignorant of his devices. Amen. Devices. Yes. Amen. Are you with me? Yes. Devices. Devices. അവൻ അന്ത്യകാലത്ത് ഉപയോഗിക്കുന്ന തന്ത്രങ്ങളിൽ ഒന്നാണ് ഡിവൈസസ്. മൊബൈൽ ഫോൺ ഈസ് എ ഡിവൈസ്. Amen. Devices. Amen. ലാപ്ടോപ്പ് ഈസ് എ ഡിവൈസ്. Yes. Amen. പക്ഷേ സ്ട്രാറ്റജി ഈസ് എ ഗുഡ് വേർഡ്. സ്ട്രാറ്റജി ഈസ് റൈറ്റ്. ആരാ സ്ട്രാറ്റജി പറഞ്ഞേ? സ്ട്രാറ്റജി ഈസ് റൈറ്റ് ബ്രദർ. സ്ട്രാറ്റജി ഈസ് കറക്റ്റ്. കൃത്യമാണത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? പിശാചിന് കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട്. Yes. Amen. You are not with me. Yes. Ramasnene lere kaba baba. കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട്. Amen. പക്ഷെ അതിന്റെ മേളിൽ കയറാൻ ആത്മതലത്തിൽ ഒരു തലമുറയെ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുക. We receive it. Thank you, Holy Spirit. Thank you, Jesus. Hallelujah. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്ന തന്റെ ദാസന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന അപവാദിയെ day and night is working. %. Amen. പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി ചുറ്റി നടക്കുന്നു. Amen. 24/7, 365 days. ഇവിടെ നമ്മൾ അലേർട്ടല്ല, പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ശരിക്കും ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവന് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. But he never win. Because നീ യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. Amen. Hallelujah. Listen, this is important. മോനെ എഫെസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു.
വേറൊരു ഡിപ്പാർട്ട്മെന്റ് കാണാതെ പോകരുത്. Are you with me? Yes. ആ ഡിപ്പാർട്ട്മെന്റ് ആണ് വാഴ്ചകൾ, അധികാരങ്ങൾ, Amen. അന്ധകാരത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. Amen. ഹല്ലേലൂയ. Hallelujah. അതിനെ അഡ്രസ് ചെയ്യണം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. Amen. എന്നാൽ ഒരു ദൈവ പൈതലിന് 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനൽ ഡേയ്സ് ആയതുകൊണ്ട് പിശാച് ഇനി അവൻ അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് ഭയങ്കര ശക്തമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവൻ്റെ എല്ലാ ഡിവൈസുകളും എല്ലാ സ്ട്രാറ്റജികളും അവൻ ഉപയോഗിക്കുന്നത് കൊണ്ട്, Yes. അതുകൊണ്ട് Amen. നിങ്ങൾ ആ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമീപിച്ചിട്ട് വിശ്വാസത്തിൽ കർത്താവിൻ്റെ കൃപയിൽ ഉറച്ചു നിൽപ്പാനും നിങ്ങൾക്ക് കഴിയേണ്ടതിന് Yes. ദൈവത്തിന്റെ സർവായുധ വർഗം Amen. ദൈവത്തിന്റെ ധരിച്ചുകൊള്ളുവീൻ. ധരിച്ചുകൊള്ളുവീൻ. Amen. Hallelujah. ഓക്കേ. ഹല്ലേലൂയ. Hallelujah. എന്തൊക്കെയാണ് സർവായുധ വർഗം? ഇനി നിങ്ങൾ എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടോ? Yes. നിങ്ങൾക്ക് പറഞ്ഞ് എനിക്ക് ഉപയോഗിക്കാൻ എൻ്റെ ദൈവം 7 ആയുധങ്ങൾ തന്നിരിക്കുന്നു. 7 ആയുധങ്ങൾ തന്നിരിക്കുന്നു. സാത്താനെ ഒന്ന് നോക്കി ചുമ്മാ അവനെ കേൾക്കാൻ പറ്റും. പിശാചേ, നിന്റെ കയ്യിൽ ഒരായുധവും ഇല്ല. കാരണം ക്രൂശിൽ യേശു നിന്റെ കയ്യിലുള്ള സർവായുധ വർഗത്തെ കീഴ്പ്പെടുത്തി ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി. ലിസൺ, ഒന്നുകൂടെ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് എന്റെ ആത്മീക ജീവിതത്തിൽ എനിക്ക് ഉപയോഗിക്കുവാൻ 7 ആയുധങ്ങൾ തന്നിരിക്കുന്നു. പിശാചേ, നിന്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം യേശു തിരിച്ചു മേടിച്ചു. എന്നാൽ ഞങ്ങൾക്കറിയാം നിന്റെ കയ്യിൽ ഒറ്റ ആയുധമേ ഉള്ളൂ. അത് നിന്റെ തന്ത്രങ്ങളാണ്. Amen. But we are using the complete armor of God. Amen. Hallelujah. ഞാൻ പ്രസംഗിക്കുന്നത് ദൈവവചനമാണ്. Amen. ഒന്ന്, നിങ്ങൾക്കും എനിക്കും സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുന്ന സർവായുധങ്ങൾ. ഒന്ന്, അരയ്ക്ക് സത്യം കിട്ടുക, സത്യം. 2, നീതി എന്ന കവചം. 3, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കുക. 4, തീയമ്പുകളെ കെടുത്തുന്ന വിശ്വാസം. 5, രക്ഷയെന്ന ശിരസ്ത്രം. 6, ദൈവവചനം എന്ന വാള്. 7, ഏതു നേരത്തുമുള്ള ആത്മാവിന്റെ പ്രാർത്ഥന. ഈ സാധാരണ നിലയിൽ 6 കാര്യങ്ങളാണ് പ്രസംഗിക്കപ്പെടുന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അതിൽ 7 കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവീൻ. ആ കംപ്ലീറ്റ് ആർമർ ഓഫ് ഗോഡ് 6 എണ്ണമാണെങ്കിലും ഒരെണ്ണം, അവസാനം പറഞ്ഞിരിക്കുന്ന ഒരെണ്ണം ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാതിരുന്നാൽ, ആ ആയുധം ഉപയോഗിക്കാതിരുന്നാൽ പരാജയപ്പെടും. എന്തുവാ? പ്രാർത്ഥന. That is important. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അതിന് നമുക്ക് വേണ്ടത് ഒരു തിരിച്ചറിവാണ്. ഓക്കെ,
നീ സത്യം, അരയ്ക്ക് സത്യം, ബെൽറ്റ് അരയ്ക്ക് സത്യം കെട്ടുക. 2, നീതി എന്ന കവചം ധരിക്കുക. ചേർന്നൊരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. പറഞ്ഞേ സത്യം. സത്യം. നമ്മൾ പ്രസംഗിക്കുന്നത് സത്യ ദൈവത്തെയാണ്. നമ്മൾ ഉയർത്തുന്നത് സത്യവചനമാണ്. നമ്മൾ വിളംബരം ചെയ്യുന്നത് സത്യ സുവിശേഷമാണ്. നമ്മിൽ വ്യാപരിക്കുന്നത് സത്യത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സത്യം നമ്മുടെ അരയ്ക്ക് ബെൽറ്റായി നിൽക്കണം. ആമേൻ. ജീസസ്. 2, നീതി എന്ന കവചം. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് ആണ്, നല്ല വിശേഷമാണ്. സുവിശേഷത്തെ എന്താക്കിയ ദൈവം തന്നിരിക്കുന്നത്? കാലിന്, ഉറപ്പൊക്കെ പറഞ്ഞ കാലിന്. ഞാൻ ഇങ്ങനെ പറയുന്നു, സുവിശേഷം ഭിന്നത ഉണ്ടാക്കുന്നതല്ല, ഭിന്നതയുടെ മതിലുകളെ ഇടിച്ചു കളയുന്നതാണ്. ആമേൻ. സുവിശേഷം നല്ല വിശേഷമാണ്. ആമേൻ. സുവിശേഷം സത്യത്തെ വിളംബരം ചെയ്യുന്നതാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, ആ വാക്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. 2-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അവൻ നമുക്ക് സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കി. പറഞ്ഞേ, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ്, എല്ലാ അതിർവരമ്പുകളെ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കി. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, സമാധാന സുവിശേഷം എന്നാക്കാനാ പറഞ്ഞത്? കാലിന് ചെരുപ്പ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഓക്കെ, ഇനി താഴോട്ട് ഒന്ന് നോക്കിയേ. ചെരുപ്പേലാണോ നിൽക്കുന്നേ? ഉറപ്പാണോ? ഇനി ഇരുന്നോ. എന്തേലാ നിന്നേ? ചെരുപ്പുള്ളവന്റെ പ്രത്യേകത, ഷൂസ് ഉള്ളവന്റെ പ്രത്യേകത, അവൻ എന്തിലാ നിൽക്കുന്നേ? ഷൂസിലല്ലേ നിൽക്കുന്നേ? അതെ. ഷൂസിന് അതിനകത്തല്ലേ കാലിരിക്കുന്നേ? നിന്നത് ഷൂസിലല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ സുവിശേഷം എൻ്റെ കാലിന് ആത്മതലത്തിൽ ചെരുപ്പാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് ആ സുവിശേഷത്തിനകത്താണ്. ഉറപ്പുള്ളവരെന്ന കരമടിച്ച്, ഞാൻ നിൽക്കുന്നത് സുവിശേഷത്തിനകത്താണ്. ഞാൻ നിൽക്കുന്നത് സുവിശേഷത്തിനാണ്. ആമേൻ. ഹല്ലേലൂയ. 2, ഷിജിനൊന്ന് നടന്നേ, തിരിച്ചു വന്നേ. ഷിജിൻ നടക്കുമ്പം ഷിജിന്റെ കാലിലെ ചെരുപ്പ്, ഷൂസ് കൂടെ വരുന്നുണ്ടോ? ഉണ്ട്. പറ. ഉണ്ട്. അതോ ചെരുപ്പ് മുന്നേ പോയോ? ഇല്ല, കാലിൽ കിടന്ന ചെരുപ്പ് കൂടെ വരുന്നുണ്ടോ? കൂടെ വരുന്നുണ്ട്. അപ്പോ സമാധാന സുവിശേഷം അവൻ നമ്മുടെ കാലിന് ചെരുപ്പാക്കിയത് നീ എവിടെ പോയാലും നിന്റെ അധരത്തിൽ എന്തുണ്ടായിരിക്കണം? ഒന്ന് കരമടിച്ച് സ്വീകരിച്ചു. നിന്റെ അധരത്തിൽ സുവിശേഷം ഉണ്ടായിരിക്കണം. സമാധാന സുവിശേഷം എന്ന ചെരുപ്പ് ഊരിയിട്ടേ ചെങ്ങും പോക്കളയരുത്. സമാധാന സുവിശേഷം എന്ന ചെരുപ്പ് കർത്താവ് നമ്മുടെ കാലിൽ ഇട്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ മുടിയനായ പുത്രനെന്ന് നിങ്ങൾ വിളിക്കുന്ന ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലെ ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവന് കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ്. അപ്പൊ മാനസാന്തരപ്പെട്ടവന്റെ കാലിനകത്ത് എന്നാ ഉണ്ട്? ആ ചെരുപ്പിന്റെ പേരെന്നാ? ഗോസ്പൽ. ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഗോസ്പൽ, സുവിശേഷം. സുവിശേഷം. ഇന്ത്യൻ കൾച്ചർ വെച്ചിട്ട്, ആതിഥ്യ മര്യാദകൾ വെച്ചിട്ട് നമുക്ക് ഒരു വീട്ടിൽ കയറുമ്പോൾ നമ്മൾ സാധാരണ എന്തഴിച്ചിടും? ചെരുപ്പ് അഴിച്ചിടും, ഷൂസ് ഊരിയിടും വെളിയിൽ. പക്ഷേ ഈ ഷൂസ് നീ രക്ഷിക്കപ്പെട്ടതിൻ്റെ അന്ന് ഈ സമാധാന സുവിശേഷം എന്ന ചെരുപ്പ്
നിന്റെ കാലിൽ ഇടിയിച്ചത് 10-12 വർഷം കഴിയുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ ഊരി എറിയാനല്ല. നീ അവസാനം ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോഴും ആ ചെരുപ്പ് നിന്റെ കാലെ കാണണം. ആമേൻ. ഒന്ന് ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അവസാന സമയം വരെ സുവിശേഷം പറയണം, ആമേൻ. സുവിശേഷം അറിയിക്കണം. ആമേൻ. യേശു എനിക്ക് വേണ്ടി ജനിച്ച് മരിച്ചടക്കപ്പെട്ടു എന്ന തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന സുവിശേഷം. ഹല്ലേലൂയ. ഇനി അടിക്കില്ലേ, ഈ സുവിശേഷം പറഞ്ഞിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? ഒന്ന് കൈ ഉയർത്തി. സുവിശേഷം പറഞ്ഞിട്ടുള്ളവർ കൈ കാണുന്നില്ലല്ലോ. ഓക്കെ, സ്നേഹമല്ലേ സുവിശേഷം? അതെ. അതിൻ്റെ ആകത്തുക സ്നേഹമല്ലേ? ഒന്ന്, എൻ്റെ അടുക്കൽ നിൽക്കുന്ന വ്യക്തിയെ, ആ സഹോദരനെ, സഹോദരിയെ, ആ മകളെ, ആ അമ്മയെ, അവരുടെ വേദന, അവരുടെ പ്രയാസം, അവരുടെ വീട്ടിൽ ആരുണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവരോക്കെയാണോ? ബ്രദറെ, എനിക്കൊരു ഒരാളെ ഫോൺ ചെയ്താൽ പോലും, വിളിച്ചാൽ പോലും ആദ്യം ചോദിക്കണം, ബ്രദറെ തിരക്കാണോ, എനിക്കൊരു 2 മിനിറ്റ് സംസാരിക്കാനുണ്ടോ? കാരണം ആദ്യം എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ ഞാൻ മനസ്സിലാക്കണം. അല്ലാതെ എൻ്റെ കയ്യിലിരിക്കുന്ന എന്തോ അവരെ അടിച്ചേൽപ്പിക്കുന്നതല്ല സുവിശേഷം. സുവിശേഷം അറിയാതെ പോകരുത്, സുവിശേഷം കേൾക്കാതെ പോകരുത്, സുവിശേഷം മനസ്സിലാക്കാതെ പോകരുത്. ഞാനൊരു സുവിശേഷകനാണ്. ഈ സുവിശേഷം, ഗുഡ് ന്യൂസ്, എന്നെ രക്ഷിച്ചു. ഹല്ലേലൂയ. ഞാൻ എന്തിലാ നിൽക്കുന്നേ? സുവിശേഷത്തിൽ. കാരണം സുവിശേഷം എന്താ? കാലിന് ചെരുപ്പ്. ഞാൻ ചെരുപ്പ്, സുവിശേഷം എൻ്റെ കാലിന് ചെരുപ്പാണെങ്കിൽ ഞാൻ പോകുന്നിടത്തെല്ലാം, ഞാൻ യാത്ര ചെയ്യുന്നിടത്തെല്ലാം, ഞാൻ കണ്ടുമുട്ടുന്നവരിലെല്ലാം, ഞാൻ പരിചയപ്പെടുന്നവരിലെല്ലാം, ഞാൻ കയറി ചെല്ലുന്നിടത്തെല്ലാം, പറഞ്ഞ് ഞാൻ കയറി ചെല്ലുന്നിടത്തെല്ലാം, ഞാൻ കയറി ചെല്ലുന്നിടത്തെല്ലാം ഈ സുവിശേഷവും ഉണ്ടാകും. ഈ സുവിശേഷം ഉണ്ടാവും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഫോർ ഐ ആം നോട്ട് അഷെയിംഡ് ഫോർ ദ ഗോസ്പൽ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം വിഹൂതനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും യേശുവിനെ കുറിച്ച് പറയാൻ ലജ്ജിക്കരുത്. നിങ്ങളെ കളിയാക്കുക എന്നുള്ളത് 100%. നിങ്ങളെ പരിഹസിക്കും എന്നുള്ളത് 100%. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 16-17 വാക്യം ഒന്ന് കാണിച്ച മോനെ. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഉറക്കെ വായിച്ച എല്ലാവരും, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. പറഞ്ഞേ, ഞാൻ ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം എന്നെ തെരഞ്ഞെടുത്താണ്. ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണ്. ആമേൻ. എന്തിനു വേണ്ടി? പോയി ഫലം കായ്ക്കാനും ആ ഫലം നിലനിൽക്കാനും. ഇനി 17-ാമത്തെ വാക്യത്തിൽ നോക്കിയേ, 17-ാമത്തെ വാക്യം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. 18-ാം വാക്യം, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ, എന്ത് സിഗ്നൽ വീക്കാവുന്ന, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ, യേശു പറയുന്നു, നിങ്ങൾക്കൊക്കെ മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിവീൻ. 19-ാം വാക്യം, നിങ്ങൾ ലോകക്കാരായിരുന്നെങ്കിൽ ലോകം നിങ്ങൾക്ക് സ്വന്തമായതിനെ സ്നേഹിക്കും. ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. 20-ാം വാക്യം, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കോർക്കുവിൻ. അവർ എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കണേ. അങ്ങനല്ല, അവർ എന്നെ ഉപദ്രവിച്ചെങ്കിൽ
നിങ്ങളെയും ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ചെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. Amen. That's it. പൗലോസ് റോമർ 16 എഴുതിയത് ആ വാക്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് എന്ത് ചെയ്യുക? വാക്യം 1:16, റോമർ 1:16, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദൻ, പിന്നെ യഹൂദൻ. യഹൂദന്മാരോടായി പറഞ്ഞേ, യഹൂദന്മാരോടാ പറഞ്ഞേ, ആദ്യം യഹൂദനും പിന്നെ യവനനും നീ രക്ഷിക്കപ്പെട്ടാൽ, നീ ഇത് സ്വീകരിച്ചാൽ നിന്നിൽ ഒരു ദൈവശക്തിയായി ഇത് മാറും. Amen. അപ്പോൾ പരിഹസിക്കുന്നവനെ സംബന്ധിച്ച് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവന് ഭോഷത്വമാണ്, Amen. കോമഡിയാ. പക്ഷെ രക്ഷിക്കപ്പെട്ടവരിവിടെ ഉണ്ടോ? രക്ഷിക്കപ്പെട്ട നിങ്ങൾക്കോ ഇത് ദൈവശക്തിയാണ്. ദൈവശക്തിയാ. എന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവം അനുഭവിച്ചവർ നന്നായി ഒന്ന് കൈയടിച്ച്, നന്നായി Hallelujah. എന്റെ കർത്താവ് Amen. നന്നായി ഒന്ന് ആരാധിച്ച്. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. എന്താ കാരണം? എന്താ കാരണം? കാരണം നിങ്ങൾ യേശുവിനെ കേട്ടറിഞ്ഞവരല്ല, കേട്ടു മാത്രം അറിഞ്ഞവരല്ല, യേശുവിനെ കുറിച്ച് പറഞ്ഞു മാത്രം കേട്ടവരല്ല. നിങ്ങൾ അവൻ്റെ രക്ഷയുടെ സന്തോഷം, അവൻ്റെ ശക്തി നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ അനുഭവിച്ചവരാണ്. അനുഭവിച്ചവർ 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 അനുഭവിച്ചവരാണ്. ഹല്ലേലൂയ. Hallelujah. എന്താ സുവിശേഷം? ഞാൻ പറയുന്നു, ഞാൻ ഏത് മെസ്സേജ് പ്രസംഗിച്ചാലും, അബ്രഹാമിനെ പ്രസംഗിച്ചാലും യാക്കോബിനെ പ്രസംഗിച്ചാലും, പക്ഷേ ഇസഹാക്കിനെ കുറിച്ച് പ്രസംഗിച്ചിട്ട് ഏറ്റവും അവസാനം എനിക്ക് ആ മെസ്സേജ് യേശു ക്രിസ്തുവിൽ കൊണ്ടുവന്ന് നിർത്താനേ പറ്റുള്ളൂ. കാരണം ഞാൻ ഇസഹാക്കിനെ മാത്രം പ്രസംഗിച്ചിട്ട് പോയാൽ അത് സുവിശേഷ യോഗമാകുകയില്ല. Yes. Amen. സുവിശേഷകർ, ഇവിടെ ഇരിക്കുന്ന കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തിരുവെഴുത്തിലെ എന്ത് കാര്യങ്ങളും പ്രസംഗിക്കാം, പക്ഷേ ആ നടന്ന മീറ്റിംഗ് ഒരു സുവിശേഷ യോഗമാകണമെങ്കിൽ, ആ നടന്ന ശുശ്രൂഷ ഒരു സുവിശേഷ യോഗമായി പരിണമിക്കണമെങ്കിൽ അതിൽ സുവിശേഷം പറയണം. അബ്രഹാമിനെ കുറിച്ച് പറയുന്നതോ യാക്കോബിനെ കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഥകളോ ചരിത്രങ്ങളോ മാത്രം വിളംബരം ചെയ്യുന്നതല്ല സുവിശേഷം. സുവിശേഷം എന്നാന്ന് ഒറ്റ വാക്കിൽ പറയട്ടെ, കേൾക്കാൻ താല്പര്യമുണ്ടോ? അതിന് ഒരു വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ കയ്യിൽ നിടുന്ന വേർഡ് അല്ലത്, ബൈബിളിലെ ഒറ്റ വാക്യം. 2 തിമോത്തിയോസ്, 1 തിമോത്തിയോസ് അല്ല, 2 തിമോത്തിയോസ് 2-ാം അധ്യായം 8-9 വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുവിനെ ഓർത്തുകൊള്ളുക. ഹല്ലേലൂയ. അതാകുന്നു എൻ്റെ സുവിശേഷം. That's a good news. എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ. Can you please sing it, that song? I want to hear it. We want to worship the Lord. നമുക്ക് ആ പാട്ടിൻ്റെ വരി ഒന്ന്, ഒറ്റ സ്റ്റാൻസ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ദൈവദാസന്മാരുടെ കൂടുന്ന കൈ ഉയർത്തി പാടണം. എന്നിട്ട് 2 തിമോത്തിയോസ് 2-ാം വാക്യം ഒന്നിട്ടേക്കണം. എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കും. എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ.
യേശുവേ എനിക്കായി മരിച്ചവനെ കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടണം. എനിക്കായി മരിച്ചവനെ മരണത്തെ ജയിച്ചവനെ ഇന്നും ജീവിക്കുന്നവനെ എനിക്കായി മരിച്ചവനെ മരണത്തെ ജയിച്ചവനെ ഇന്നും ജീവിക്കുന്നവനെ ആരാ? യേശുവേ ശബ്ദമുയർത്തി യേശുവേ യേശുവേ ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ നിൻ കൃപകളെ ഞാൻ പാടിടും സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ നിൻ കൃപകളെ ഞാൻ പാടിടും നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ 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 എന്ന് വിളിച്ചേ. Jesus is the gospel. Jesus is the center of the gospel. എനിക്കായി മരിച്ചവനെ മരണത്തെ ജയിച്ചവനെ ഇന്നും ജീവിക്കുന്നവനെ എനിക്കായി മരിച്ചവനെ മരണത്തെ ജയിച്ചവനെ ഇന്നും ജീവിക്കുന്നവനെ എത്ര ശബ്ദത്തിൽ അത് പാടാമോ അത്ര ശബ്ദത്തിൽ അത് പാടിയേ. എനിക്കായി മരിച്ചവനെ മരണത്തെ ജയിച്ചവനെ ഇന്നും ജീവിക്കുന്നവനെ എനിക്കായി മരിച്ചവനെ മരണത്തെ ജയിച്ചവനെ ഇന്നും ജീവിക്കുന്നവനെ ആ നാമം ഒന്ന് ഉറക്കെ വിളിച്ചേ. യേശുവേ യേശുവേ ശബ്ദമുയർത്തി യേശുവേ 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 യേശുവേ
എനിക്കായി മരിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, ഇന്നും ജീവിക്കുന്നവനെ. ജനം മാത്രം പാടിയേ. എത്ര ശബ്ദത്തിൽ പാടാം, അത്ര ശബ്ദത്തിൽ ജനം പാടിയേ. എനിക്കായി ആ നാമം ഒന്ന് ഉറക്കെ വിളിച്ച് യേശുവേ, ഓ യേശുവേ, എന്നേശുവേ. ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാണ് എൻ്റെ സുവിശേഷം. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അതാണ് എൻ്റെ സുവിശേഷം. സുവിശേഷം. സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കിക്കോണം. വിട്ടുകൊടുക്കരുത്, ഗിവപ്പ് ചെയ്യരുത്. എവിടെ പോയാലും നിന്റെ അധരത്തിൽ ഈ സ്നേഹത്തിന്റെ സുവിശേഷം ഉണ്ടാകണം. സുവിശേഷത്തിൽ ശത്രുതയില്ല, സുവിശേഷത്തിൽ അനൈക്യതയില്ല. സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്ത് ഐക്യത സൃഷ്ടിക്കപ്പെടും. അതിൽ യഹൂദനെന്നില്ല, യവനെന്നില്ല, എബ്രായനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല. എല്ലാവരും സുവിശേഷത്തിൽ ക്രിസ്തുവിൽ ഒന്നാകും. ഒന്ന് കരമടിച്ച് സ്വീകരിക്കുക. സുവിശേഷത്തിൽ ക്രിസ്തുവിൽ ഒന്നാകും. ക്രിസ്തുവിൽ സഭ ഒന്നാകണം. ഒന്നാകണം. പൈശാചിക ലോകത്തിന് സ്ട്രാറ്റജികളുണ്ട്, പൈശാചിക ലോകത്തിന് ഡിവൈസുകളുണ്ട്, പൈശാചിക ലോകത്തിന് അവൻ്റേതായ അജണ്ടകളുണ്ട്. അതിൽ നിന്ന് രാവും പകലും വിശ്രമം കൂടാതെ അവൻ പ്രവർത്തിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ചെരുപ്പ് കാലിൽ അണിഞ്ഞ നിങ്ങളും ഞാനും ഈ സുവിശേഷത്തിനായി, ഈ നല്ല കർത്താവിനായി, തൻ്റെ വചനത്തിനായി, തൻ്റെ സഭയ്ക്കായി, തൻ്റെ രാജ്യത്തിനായി, തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി എത്ര സമയം പ്രാർത്ഥിക്കാമോ അത്രയും സമയം പ്രാർത്ഥിക്കണം. എവിടെയൊക്കെ പ്രവർത്തിക്കാമോ അവിടെയൊക്കെ പ്രവർത്തിക്കണം. നരഭോജികളെ നരസ്നേഹികളാക്കിയതാണ് സുവിശേഷം. ആഫ്രിക്ക പോലത്തുള്ള രാജ്യങ്ങൾ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുകൊണ്ടിരുന്ന ഒരു സമൂഹം ഇന്ന് ദൈവസ്നേഹത്തെ പ്രസംഗിക്കുന്നതിൻ്റെ കാരണം ഈ സുവിശേഷം അവിടെ എത്തിയതാണ്. ഇതിനകത്തും ഭാര്യയും ഭർത്താവും കൂടെ മിണ്ടാത്തവരുണ്ടായിരുന്നു. മക്കളും മാതാപിതാക്കളും തമ്മിൽ എപ്പോഴും വഴക്കടിക്കുന്നവരുണ്ടായിരുന്നു. സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങൾ ഈ കൂട്ടത്തിലും എന്നെ കാണുന്നവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ വീടുകളെല്ലാം അനുഭവിക്കുന്ന സമാധാനത്തിൻ്റെ കാരണം ഈ സമാധാന സുവിശേഷം ആ വീടുകളിൽ എത്തിയതാണ്. ഈ സമാധാന സുവിശേഷം ആ വ്യക്തികളിൽ എത്തിയതാണ്. സുവിശേഷത്തെ മറ്റൊന്നിനോടും കമ്പയർ ചെയ്യാതെ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം ദൈവം തമ്പുരാൻ കാലിന് ചെരുപ്പാക്കി. ഹല്ലേലൂയ.
Hallelujah. രണ്ടാമത്തെ വിഷയം പ്രസംഗിക്കാൻ എൻ്റെ മുമ്പിൽ, രണ്ടാമത്തെ വിഷയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നാലാമത്തെ പോയിന്റാണ്. നാലാമത്തെ പോയിന്റ്, ദുഷ്ടന്റെ തീ അമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച. At any time our Lord will come. Amen. Hallelujah. Come back. Amen. ഏത് സമയവും പ്രത്യാശയുള്ളവരായിരിക്കണം, ഉറപ്പുള്ളവരായിരിക്കണം. Amen. ഹല്ലേലൂയ. Hallelujah. സമാധാന സുവിശേഷം കാലിനു ചെരുപ്പാക്കി. ഇതൊരു ഈ നാലാമത്തെ വിഷയം, ദുഷ്ടന്റെ തീയമ്പുകൾ ഒക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. ഇത് ഈ ഒരു ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ആത്മതലങ്ങളെ തുറക്കുന്നൊരു ഭാഗമാണ്. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്, വേഗം നാം ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, ശോഭയേറും പൂർണ്ണാടുണ്ട് കാണവേ ദൂരെ വിശ്വാസത്താൽ ജ്ഞാനവാസം നമുക്കൊരു നിൽക്കുന്നുണ്ടകരെ കാതലാ. വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ഫൈനലി നമുക്ക് മാത്രമുള്ള ഒരു സന്ദേശമാണത്. പത്രോസ് കരുതിയത് പത്രോസിന്റെ കാലഘട്ടം ഫൈനൽ ഡേയ്സ് ആയിരുന്നെന്നാണ്. പക്ഷെ ആ കാലത്തൊന്നും ഇന്ന് നമ്മൾ കാണുന്നത് പോലെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ പലതും കാണുന്നില്ലായിരുന്നു. പക്ഷെ യേശു തന്റെ വരവിന് മുൻപായി പറഞ്ഞിരിക്കുന്ന സകല ലക്ഷണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫൈനൽ ഡേയ്സിൽ നിൽക്കുന്നവർ, ഫൈനലിൽ നിൽക്കുന്നവർ സാധാരണക്കാരല്ല. അവരോടുള്ള ഫൈറ്റിംഗ്, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവർ ഭയങ്കര കളിക്കാരായിരിക്കും. ആ നിലയിൽ ആത്മാവിൽ അലർട്ടായി ഞാനൊരു യുദ്ധമുഖത്താണ് നിൽക്കുന്നത്. എൻ്റെ പ്രാർത്ഥന എത്ര ശക്തമാകണം, എൻ്റെ ദൈവത്തോടുള്ള ബന്ധം എത്ര അധികമാകണം, എൻ്റെ വചനധ്യാനം എത്ര ശക്തമാകണം. ഈ ഒരു ഉറച്ച ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകണം. നിങ്ങൾക്കറിയാമോ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരും. ജീവന്റെ പുസ്തകം എന്ന പുസ്തകം തുറക്കും. ആ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടാകുമോ? നാട്ടുകാർ തരുന്ന പേരോ, കുടുംബക്കാർ തരുന്ന പേരോ, നിങ്ങളായിരിക്കുന്ന സമുദായം തരുന്ന പേരോ അല്ല, എൻ്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാകുമോ? പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും
പ്രത്യാശ അകത്ത് വർദ്ധിക്കട്ടെ. എന്റെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, താതന്റെ സന്നിധം. ഇത് ആത്മീയ യുദ്ധത്തിൽ നിൽക്കുന്ന ഒരു ഭടന്റെ തീരുമാനമാണ്. ഈ ലോകത്തിലുള്ളതൊന്നും എനിക്ക് ഉള്ളതല്ല. എനിക്ക് വേണ്ടുന്ന ആഹാരം, വസ്ത്രം, പാർപ്പിടം, വാഹനം, ഇതെല്ലാം എനിക്ക് വേണ്ടത് എനിക്കെൻ്റെ ദൈവം തരും, ഉറപ്പായും തരും. ഇതിനകത്ത് ആരെങ്കിലും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നെങ്കിൽ നിന്റെ ഞെരുക്കത്തെ യേശു എടുത്ത് കളയും. നിങ്ങളുടെ മുൻപിൽ എന്ത് വെല്ലുവിളികൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും, അതിൻ്റെ എല്ലാം മുകളിൽ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടല്ല, ഈ ഭൂമിയിൽ തന്നെ കർത്താവ് നിങ്ങൾക്ക് ജയം തരും, ജയം തരും. എന്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ വീടോ നിലമോ പ്രിയപ്പെട്ടതോ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തും വരാനുള്ള ലോകത്തും ഞാൻ നിങ്ങൾക്ക് 100 മടങ്ങായി തന്നിരിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദൈവം മാനിച്ചിരിക്കും, ദൈവം ദീർഘായുസ് തന്നിരിക്കും, അനുഗ്രഹിച്ചിരിക്കും. പക്ഷേ ഒരു കാര്യം മറന്നു പോകരുത്, അത് സംഭവിക്കണം. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. ഈ ഉറപ്പകത്ത് വേണം. ആരോഗ്യം ഉണ്ടാവും, ചിലപ്പോൾ രോഗം വരും, രോഗം സൗഖ്യമാകും, ആരോഗ്യം വരും. ഇതെല്ലാം ഇങ്ങനെ ഒരു ഗ്രാഫ് പോലെ നടക്കും. പക്ഷെ അതിനപ്പുറത്ത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക.